ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ നൂല് സൂചിന്ന് ഊരിപ്പോകുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടോ? അതിനെന്താണ് കാരണമെന്ന് അറിയാമോ? ഇത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അതിങ്ങനെ താഴ്ന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ നൂല് വിട്ടുപോകുന്നത്. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഇത് പൊക്കി വെക്കാനും താഴ്ത്തി വെക്കാനും ഒക്കെ അറിയാലോ എല്ലാവർക്കും. നമ്മൾ ഹാൻഡ് വീൽ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ടോപ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ പെഡലിൽ കാല് ചവിട്ടുമ്പോ ആ ഒരു സാധനം മേളിലേക്ക് പൊങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ നൂലൂരി പോകുന്നത്. ഇപ്പൊ നമ്മളത് പൊക്കി വെച്ച് തയ്ച്ചപ്പോഴത്തേക്കും നൂല് പൊട്ടാതെ നമുക്ക് തയ്ക്കാൻ പറ്റി. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് തയ്ക്കാൻ പറ്റും. പക്ഷെ മിക്കപ്പോഴും ഇതിങ്ങനെ താന്നേ ഇരിക്കുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടക്ക് വെച്ചൊക്കെ നിർത്തുമ്പോൾ ഇതിങ്ങനെ താന്നേ ഇരിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മുടെ മിഷന്റെ സൈഡിലുള്ള ആ ഹാൻഡ് വീല് കറക്കി അതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതിങ്ങനെ താന്ന് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഈ സൂചിന്ന് നൂല് ഊരിപ്പോകും. കാരണം നമ്മൾ ആദ്യം പെഡലിൽ ചവിട്ടുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെ പൊങ്ങി വരുമ്പോ തന്നെ നമ്മുടെ നൂല് സൂചി ഊരിപ്പോകും. അപ്പൊ ഇതിങ്ങനെ താഴ്ത്തി വെച്ചോണ്ട് ഞാനിപ്പോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടതേ, നൂല് സൂചി ഊരിപ്പോന്നു. അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമ്മൾ ആ ഒരു സംഭവം ഹാൻഡ് വീൽ ഉപയോഗിച്ച് ഏറ്റവും ടോപ്പിൽ നിർത്തിയിട്ട് വേണം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നല്ലപോലെ തയ്ച്ചു പോകാം. ഇങ്ങനെ പൊക്കി നിർത്തിയിട്ട് പൊക്കി നിർത്തി കഴിയുമ്പോൾ ഇച്ചിരി നൂല് നമുക്ക് താഴ്ത്തുള്ളെങ്കിലും പ്രശ്നമില്ല. കണ്ടോ, നല്ലപോലെ തയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഒരുപാട് നൂല് താഴ്ത്തിട്ടാലും ഒരുപാട് അങ്ങനെ നീട്ടിയിട്ടാലും അത് താഴ്ന്ന ഇരിക്കണമെങ്കിൽ നൂല് സൂചി ഊരി പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ. നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണേ മുന്നേ തന്നെ ആ ഒരു സംഭവം പൊക്കി നിർത്തുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ.